പാചകവും അറിയില്ലെന്ന് പറഞ്ഞ് നിങ്ങളെ ആരും ഇനി കളിയാക്കില്ല. വളരെ പെട്ടെന്നും ടേസ്റ്റിലും നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾക്ക് 2 ഗ്ലാസ് അരി കഴുകി വൃത്തിയാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് ജീരകശാല അരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒരു ബിരിയാണി അരിയും ഇല്ല എങ്കിലും പച്ചരി കൂടെ ചേർത്തിട്ട് നമുക്ക് വളരെ ടേസ്റ്റിലത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചേർത്തത് ചതച്ചതാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞതും ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും പിന്നെ ബീൻസും സോയയും ചേർത്ത് കൊടുക്കുക. ചെറിയ സോയയാണ് നല്ലത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് ഗ്രീൻ പീസും കുറച്ച് ചേർത്താൽ മതി. കുറച്ച് ഒരു 1/2-3/4 മണിക്കൂർ ഒന്ന് വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്ത് വെച്ചതാണ്. ഇതിലേക്ക് പട്ട, ഗ്രാമ്പൂ, കുരുമുളക്, ഏലക്കായ ഇവ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കണം. കീറാതെ വേണം ഇത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. നമ്മുടെ അരിക്കും ഈ പച്ചക്കറിക്കും ആവശ്യമുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1.5 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ്ക്ക് പകരം വെളിച്ചെണ്ണയോ നിങ്ങൾ ഉപയോഗിക്കുന്ന വേറെ ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയാണ് ഇതിന് ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത്ര അളവ് എന്നൊന്നുമില്ല. നമ്മുടെ ഈ പച്ചക്കറിയും അരിയും ഇതുപോലെ മുങ്ങത്ത വിധത്തിലാണ് നമ്മൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് വെള്ളം ഈ പച്ചക്കറിക്ക് ലെവലായി നിൽക്കണം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ചില കുക്കറിൽ 1 വിസിൽ മതിയാവും, ചിലതിൽ 2. നിങ്ങളുടെ കുക്കറിനനുസരിച്ചായിരിക്കണം വിസിൽ. 1-2 മതിയാകും, കൂടുതൽ ആവശ്യമില്ല. മൂടി അടച്ച് വെച്ച് വേവിച്ചെടുത്തതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്നും ടേസ്റ്റിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണിയാണിത്. വളരെ പെട്ടെന്നും ഉടഞ്ഞു പോകാതെയുള്ള ഈ വെജിറ്റബിൾ ബിരിയാണി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനായാലും ഒട്ടും ഭക്ഷണം പാകം ചെയ്യാൻ അറിയാത്തവർക്കും വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂ ഈ സിമ്പിളും ടേസ്റ്റും ആയിട്ടുള്ള ഈ വെജിറ്റബിൾ ബിരിയാണി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്.